അഗ്ലോണിമ ഞാൻ 6 to 7 months ബാക്ക് റിപ്പോർട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഇപ്പോൾ ഇത് നല്ല ഹൈറ്റിൽ വളർന്നിട്ടുണ്ട്. എനിക്കാണെങ്കിലുണ്ടല്ലോ ഈ ചെടികളൊക്കെ ഭയങ്കര ഹൈറ്റിൽ സ്റ്റെമ്മ് മാത്രം താഴെ മേലെ കുറച്ച് ഇലകളായിട്ട് നിൽക്കുന്നത് കാണാൻ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇതിനെ കട്ട് ചെയ്ത് കുറച്ചും കൂടി ബുഷിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അഗ്ലോണിമ നമുക്ക് പല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു 3 weeks കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റൂട്ട്സൊക്കെ വരും. പക്ഷേ വെള്ളത്തിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡിലൈഡ് പ്രോസസ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ നോടുള്ള ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് മണ്ണിൽ ചുമ്മാ തന്നെ നട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വളരും കേട്ടോ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ചെടിക്കാണെങ്കിലുണ്ടല്ലോ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല, ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറിൽ വളരെ എളുപ്പം സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ അഗ്ലോണിമ. അപ്പം ഇതിന് അത്യാവശ്യം നല്ലപോലെ വെള്ളം വേണം. പക്ഷേ ഈ വെള്ളം കെട്ടിക്കിടന്നാലുണ്ടല്ലോ ഈ ചെടി നശിച്ചു പോവുകയും ചെയ്യും. അപ്പം വീക്ക്ലി വൺസ് ഡീപ്പ് വാട്ടർ ചെയ്യണം, ഡെയിലി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം, ലീവ്സൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ റീപ്പോർട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ചെടി അത്യാവശ്യം ബുഷിയായിട്ടുണ്ട്. ഇനി കുറച്ച് പെബിൾസൊക്കെ ഇട്ട് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അഗ്ലോണിമയുടെ റെഡിയാണ്. ഇനി എനിക്കിനി ഇതുപോലെ തന്നെ ഒരു പോട്ടും കൂടി സെറ്റ് ചെയ്തെടുക്കാനുണ്ട്.